ഇടയ്ക്ക് ഞാനിങ്ങനെ കണ്ടതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ. അരമണിക്കൂർ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് തോരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. ചിക്കനിലോട്ട് കുറച്ച് ഉപ്പ്, കുരുമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇത്രയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെച്ചു. പിന്നെ ഈ ചിക്കനിലോട്ട് നമ്മൾ വറുത്ത സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4-5 സവാള വറുത്തുകൂടി എടുത്തിട്ടുണ്ട്, ഡെക്കറേറ്റും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതെല്ലാം വറുത്ത് വെച്ചു. അരി ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു. ഏലം, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ക്യാരറ്റും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം പിന്നെ അരിയും ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഉപ്പും നാരങ്ങ നീരും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അടച്ചു വെച്ച് ഒന്ന് സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചോറ് റെഡിയാവും. ചിക്കന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് 2 തക്കാളി ഇട്ട് 4 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ മസാല പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ ചിക്കനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, ചിക്കൻ മസാല, ബിരിയാണി മസാല ഇതൊക്കെ ലേശമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലേശം മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് കുക്കായി വരുമ്പോൾ ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഏകദേശം വറ്റി വരുന്ന സമയത്ത് വീണ്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ലേശം അണ്ടിപ്പരിപ്പ് അരച്ചതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ചിക്കൻ ഒരു കൊഴുപ്പൊക്കെ വരുവേ, കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അതൊന്ന് വറ്റി വരുന്ന സമയത്ത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറും കൂടി ഇതിൻ്റെ മുകളിലങ്ങ് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുക്കുക, കുറച്ച് സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക, വീണ്ടും ചോറ് ഇട്ട് കൊടുക്കുക. ഈ സംഭവങ്ങളൊക്കെ തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുക. കുറച്ച് അവസാനം ചേർത്ത് കൊടുക്കേണ്ട നെയ്യും ചേർത്തിട്ട് കുറച്ച് പാല് മഞ്ഞപ്പൊടിയിൽ മിക്സ് ചെയ്തും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്നു കൊടുക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ അമ്മ ഒരു വല്ലാത്ത മണമായിരുന്നു കേട്ടോ. ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇനി ഇതിൽ കൂടെ ലേശം മുട്ടയും ഒരു പപ്പടവും ഒരു സാലഡും അച്ചാറും ഒക്കെ കൂടെ കൂട്ടി എല്ലാം കൂടെ കുഴച്ചങ്ങോട്ട് ഒരു പിടി പിടിക്കണം. എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം. അടിപൊളി, സത്യമായിട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, മസ്റ്റ് ട്രൈ.